എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അങ്ങനെ ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബർ വണ്ടിയിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്ന ദൃശ്യം നമ്മള് കണ്ടതാ. ആരാധകരെ കണ്ട വണ്ടിയിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്ന ദൃശ്യം നമ്മള് കണ്ടതാ. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. അവനെ കാണാതിരിക്കാൻ രണ്ട് ഇടിക്കാനായിട്ട് അവൻ തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. അവനെ കാണാതിരിക്കാൻ രണ്ട് ഇടിക്കാനായിട്ട് അവൻ എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഇപ്പൊ ഈ കണ്ട എംപിടി മുഴുവൻ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. ഉള്ള എല്ലാവരും പ്രോഗ്രാം വെച്ചാലും ഇത് വെച്ചാലൊക്കെ പിടുത്തു തുടങ്ങിയത് അവൻ ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ എന്റെ അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഇപ്പൊ അവൻ അവന്റെ വീട്ടിൽ തന്നെ ഇട്ടിട്ട് ഈ മറ്റേ വെള്ളം നിറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത എന്തിനാ ഈ റോഡിലോട്ട് ഇറങ്ങി ഇതിനകത്തെ ഒരു ത്രില്ലില്ല. അവൻ അവന്റെ വീട്ടിൽ തന്നെ ഇട്ടിട്ട് ഈ മറ്റേ വെള്ളം നിറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത ഏത് സമയത്താണ് ഗൈസ് എനിക്ക് ആ സ്വിമ്മിംഗ് പൂള് പണിയാൻ തോന്നിയാണ് ഞാനിപ്പോ ആലോചിക്കണത്. എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? ഒരു ആവശ്യമില്ല. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. മറ്റുള്ളവന് ശല്യം ഉണ്ടാക്കി വെച്ചത്. ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ്. അവൻ ചെയ്തു വെച്ചതിന്റെ വാലം പിടിച്ച് ഹൈക്കോടതിയും എംവിഡിയും നാട്ടിലുള്ള എല്ലാവരുടെയും പുഴ പ്രോഗ്രാം പഠിപ്പിക്കാനൊക്കെ നടന്നു തുടങ്ങി. ഭഗവാനെ, എന്റെ സമയം ഭയങ്കര, എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ. സത്യമായിട്ട് കിട്ടിയ നിക്കും സാറേ, കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. സത്യമായിട്ട് കിട്ടിയ നിക്കും പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. ഒന്നാമത് എന്റെ ലൈഫ് മൊത്തത്തിൽ ദുരന്തമാണ് ഇപ്പൊ നടക്കുന്നത്. വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ. ഇത് വിളിച്ചല്ലോ, ചെന്ന് കേറി കൊടുത്തില്ലേ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.